മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്രഷ് ട്രിഗറുകളുടെ അഭാവത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.70% ഇടിഞ്ഞ് 24,826 ക്ലോസിംഗ് നൽകി. 25,000 വരും ദിവസങ്ങളിലും വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസായി പ്രവർത്തിക്കുമെന്നുള്ള സൂചന തന്നെയാണ് ഇന്നത്തെ ക്ലോസിംഗിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മാസം ഇത് മൂന്നാമത്തെ തവണയാണ് നിഫ്റ്റി 25,000 എന്ന ലെവൽ മറികടക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത്. ഇന്ന് മിഡ് ക്യാപ് ഇൻഡെക്സ് 0.18%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.19% ഉയർന്നു. മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ഫ്രഷ് ട്രിഗറുകളുടെ അഭാവവും ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന വീക്ക് സെൻറ്റിമെൻറ്റും ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ ഹെവി അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് വാല്യൂഷനും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മാർക്കറ്റിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ കുറഞ്ഞതുമൊക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് പിന്നിലെ പ്രധാന കാരണം. കൂടാതെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിലെ സ്റ്റോക്കുകളിലും ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് പ്രകടമായി. വരും ദിവസങ്ങളിലും 25,000 എന്ന ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുമെന്നുള്ള സൂചന തന്നെയാണ് മാർക്കറ്റ് നൽകിയത്. സെക്ടോറൽ പെർഫോമൻസ് പരിശോധിച്ചാൽ നിഫ്റ്റി PSU ബാങ്ക് 0.26%, റിയാലിറ്റി 0.24%, ഫാർമ 0.11% ഉയർന്നപ്പോൾ FMCG, IT, ഓട്ടോ തുടങ്ങിയ ഇൻഡെക്സസുകൾ നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. എന്നാലും 24,700 മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി തന്നെ പ്രവർത്തിക്കും. അതേസമയം 24,700 താഴെ 21 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 24,586 ആയിരിക്കും രണ്ടാമത്തെ സപ്പോർട്ടായി പ്രവർത്തിക്കുക. 25,150 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. 25,200 മുകളിൽ മാർക്കറ്റ് ബ്രേക്കൗട്ട് നൽകുകയാണെങ്കിൽ 25,600 വരെയുള്ള അപ്സൈഡ് മൊമെൻറ്റം നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ചത് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്ക്, പ്രത്യേകിച്ചും സ്മോൾ ക്യാപ് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ. അസ്ട്ര മൈക്രോ 2.3%, അവൻഡൽ 8.2%, ഭാരത് ഡൈനാമിക്സ് 2.6%, കൊച്ചിൻ ഷിപ്പ്യാർഡ് 2.20%, എംഡാർ ടെക്നോളജി 2%, മസുഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ 2%, ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡർ 3.24% ഉയർന്നു. ഇന്ന് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ മികച്ച ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ച സ്റ്റോക്കാണ് ഭാരത് ഡൈനാമിക്സ്. ഭാരത് ഡൈനാമിക്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നതുകൊണ്ട് ഭാരത് ഡൈനാമിക്സ് എന്ന സ്റ്റോക്ക് നാളത്തെ ട്രേഡിംഗ് സെഷനിലും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ഭാരത് ഡൈനാമിക്സ് ഇന്ന് 2.64% ഉയർന്ന് 52 വീക്ക് ഹൈ ആയ 1991 1959 സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 5% ഇടിഞ്ഞ് 288 കോടിയിൽ നിന്നും 272 കോടിയിലേക്കെത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 884 കോടിയിൽ നിന്നും 1776 കോടിയിലേക്ക് എത്തിയപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് 554 കോടിയിൽ നിന്നും 1498 കോടിയിലേക്കെത്തി. കമ്പനിയുടെ എബിറ്റ 1.5% ഇടിഞ്ഞ് 404 കോടിയിൽ നിന്നും 398 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 22.43% എത്തുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 65 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതെന്ന് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. അതേസമയം കമ്പനിക്ക് 3000 കോടി രൂപയുടെ ഇൻവാർ മിസൈൽ പ്രൊക്യൂർ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് BDL എന്ന സ്റ്റോക്ക് ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഡിഫൻസ് മിനിസ്ട്രിക്ക് വേണ്ടി ഇൻവാർ മിസൈൽ എന്ന ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, അതായത് ടാങ്ക് പ്ലാറ്റ്ഫോമിൽ നിന്നും ലോഞ്ച് ചെയ്യാവുന്ന ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 2000 മുതൽ 3000 കോടി രൂപയുടെ വാല്യൂ ഉള്ള, അല്ലെങ്കിൽ 2000 മുതൽ 3000 കോടി രൂപ BDL എന്ന കമ്പനിക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഓർഡർ കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും ലഭിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നു. ഈ ഓർഡറിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൻ്റെ സൈഡിൽ നിന്നും അപ്രൂവലും ലഭിച്ചു കഴിഞ്ഞു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും BDL എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ഡ്രോൺ വാർഫെയർ, ലേഡ് എയർ ഡിഫൻസ്, ഇലക്ട്രോണിക് വാർഫെയർ തുടങ്ങിയ സെഗ്മെൻറ്റുകളിൽ എക്സ്പോസർ ഉള്ള കമ്പനിയാണ് BDL. BDLൻ്റെ ഓർഡർ ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ ഓർഡർ ബുക്കിൽ 28 മുതൽ 30% വളർച്ച കമ്പനി കൈവരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3000 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയാണെങ്കിൽ കമ്പനിയുടെ എസ്റ്റിമേറ്റഡ് റവന്യൂ ഗ്രോത്തിലും വളർച്ച നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ BDL എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. 1750 എന്ന ലെവലിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞു. 1750 എന്ന ലെവലിനെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം 1959 അടുത്തെത്തിയിരിക്കുകയാണ്.
2000 സൈക്കോളജിക്കൽ റെസിസ്റ്റൻസായി പ്രവർത്തിക്കുമെങ്കിലും ഏതെങ്കിലും കാരണവശാൽ 2000-ന് മുകളിൽ ബ്രേക്കൗട്ട് നൽകുകയും സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്താൽ സ്റ്റോക്ക് 2500 2600 വരെ വീക്കിലി ബേസിസിൽ അല്ലെങ്കിൽ മീഡിയം ടൈം ബേസിസിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം BDL എന്ന സ്റ്റോക്ക് ആൾറെഡി ഉയർന്ന വാല്യൂഷനിലേക്ക് എത്തുകയും ഓൾ ടൈം ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയുമാണ്. റിസ്ക് ടു റിവാർഡ് റേഷ്യോയും അത്ര ഫേവറബിൾ അല്ല. അതേസമയം ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ, പ്രത്യേകിച്ചും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർലി റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പോസിറ്റീവ് മൊമെൻറ്റം വരികയാണെങ്കിൽ BDL എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്